എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ ഇതാ ഞങ്ങൾ പുട്ടപ്പർത്തിയിലല്ലത് ഇന്ന് വിഷു ആണ്. അപ്പോൾ ഇതിപ്പോൾ വെളുപ്പിന് 4:30 ആയിട്ടുണ്ട് സമയം. 3 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് റെഡിയാവുന്നതാണ്. സൗണ്ട് ഇല്ല സംസാരിക്കാൻ, എത്രത്തോളം ക്ലിയർ ആവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതാ അനിയനും നിഗമോളും ഉണ്ട്. ഞങ്ങളിവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അമ്മയും അച്ഛനും മക്കളെയും കൊണ്ട് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കണി കാണുന്ന ഇതുണ്ട്, പിന്നെ എന്തൊക്കെ പ്രോഗ്രാം ഉണ്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അവിടെ ചെന്നാലേ കറക്റ്റായിട്ട് അറിയുള്ളൂ. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. രാവിലെ എഴുന്നേറ്റപ്പോൾ ഒട്ടും സൗണ്ട് ഇല്ലായിരുന്നു, ഇപ്പോൾ ക്ലിയർ ആയി വരുന്നുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ റെഡി ആവുമെന്ന് വിചാരിക്കാം. കാലാവസ്ഥേൻ്റെ വണ്ടിയിൽ യാത്ര ചെയ്തതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൊണ്ടാണ്. ഹാപ്പി വിഷു അദ്രുട്ടാ. അദ്രുവിൻ്റെ ആദ്യത്തെ വിഷു കൂടിയാട്ടത്. അപ്പോൾ അത് പുട്ടപ്പർത്തിയിൽ വെച്ചിട്ടാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെളുപ്പിന് എഴുന്നേറ്റ് കുളിച്ച് റെഡിയായത് വിഷുക്കണി കാണാൻ ചേച്ചിയും അനിയൻകുട്ടനൊക്കെ റെഡി ആയിട്ടോ. ഇതേ പാറക്കുട്ടിയും വെളുപ്പിൻ കാലത്ത് തന്നെ ഒരുങ്ങി പട്ടുപാവാടയൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഹാപ്പി വിഷു പറ, ഹാപ്പി വിഷു പറ, ഹാപ്പി വിഷു വിഷു പറന്ന്, ഹാപ്പി വിഷു. അങ്ങനെ ഇതേ 4:30 ആയപ്പോഴേക്കും ഇതേ എല്ലാവരും റെഡിയായിട്ട് പ്രശാന്തി നിലയത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെളുപ്പിന് കണി കണ്ടതിന് ശേഷം ഇതേ ഓങ്കാരാണ് പ്രശാന്തി നിലയത്തിൽ നടക്കുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് ഫോണ് കയറ്റാൻ പറ്റില്ല കേട്ടോ. ഇനി അതിന് ശേഷമുള്ള വീഡിയോസാണ് കാണിക്കുന്നത്. ചിത്രാവതി നദിയാണ്. പിന്നെ ഇവിടെ സ്വാമി വന്ന് ഇരിക്കലുണ്ടായിരുന്നു. പിന്നെ തീരത്തൊക്കെ മണലിനൊക്കെ സ്വാമി പിന്നെ കുറേ ഭക്തന്മാരൊക്കെ കൂട്ടിയിട്ട് ഇവിടുന്ന് പിന്നെ ഓരോന്നൊക്കെ സൃഷ്ടിച്ചു കൊടുക്കുന്നു. അവരാവശ്യപ്പെടുന്നതൊക്കെ സൃഷ്ടിച്ചു കൊടുക്കും. ചിലപ്പോൾ കഴിക്കാനാവും, ചിലപ്പോൾ എന്തെങ്കിലും വെച്ച് പൂജിക്കാനുള്ള സാധനങ്ങളാവും, അങ്ങനെ കൊടുക്കും. പിന്നെ വെള്ളമൊക്കെ ഉയർന്നു വരികയാണെങ്കിൽ സ്വാമി കൈയോടെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറയും. അത്രയ്ക്കും പുണ്യമുള്ളൊരു സ്ഥലമാണത്. ചിത്രാവതി നദി പോലെ തന്നെ വിശിഷ്ടമായ മറ്റൊന്നാട്ടോ സ്വാമീൻ്റെ ഈ പുളിമരം. അതായത് ഇവിടെ കണ്ടോ ഒരുപാട് പേപ്പറിൽ എഴുതിയിട്ട് എല്ലാവരും കെട്ടിത്തൂക്കിയിട്ടുണ്ട്. അതായത് എല്ലാവരുടെ ആഗ്രഹങ്ങളാട്ടത്. ഈ പുളിമരത്തിൽ നമ്മൾ ആഗ്രഹങ്ങൾ എഴുതി കെട്ടിത്തൂക്കിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം സഫലമാവും കേട്ടോ. അതിൻ്റെ താഴെ കാണുന്നതാട്ടോ ചിത്രാവതി നദി. ഇത് പറയുന്നത് സ്വാമി ഈ മരത്തിൻ്റെ ചുവട്ടിലിരുന്നിട്ട് ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുക്കുക, എല്ലാവരും പഠിപ്പിച്ചു കൊടുക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പുളിമരത്തിൽ നിന്ന് തന്നെ സ്വാമി ഒരുപാട് ഫലങ്ങൾ, അതായത് ആപ്പിള്, ഓറഞ്ച്, എല്ലാ ഫലങ്ങളും ഈ പുളിമരത്തിൽ നിന്ന് സാധിച്ചെടുക്കാറുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ വിശിഷ്ടമായൊരു മരമായിട്ടാട്ടോ കണക്കാക്കുന്നത്. പിന്നീട് ഞങ്ങൾ പോയത് സ്വാമിയുടെ അച്ഛൻ്റെ അമ്മേൻ്റെയും സമാധി കാണാനായിട്ടാട്ടോ. ഒരു പ്രത്യേക അനുഭൂതിയാട്ടോ അവിടെ ഒരു നല്ല ഒറിജിനൽ കൃഷ്ണൻ്റെ പോലെ നല്ലൊരു വിഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അടുത്തുനിന്ന് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നേരെ എത്തിയത് പ്ലാനറ്റോറിയത്തിലാട്ടോ. പ്ലാനറ്റോറിയത്തിൽ നല്ല നമ്മുടെ ഗാലക്സി ഒക്കെ നേരിട്ട് കാണുന്ന പോലത്തെ ഓരോരോ രൂപങ്ങളൊക്കെ ആയിരുന്നു. അതായത് ഈ ഭൂമിയുടെ ഉള്ളിൽ തലയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഗാലക്സി കാണുന്ന പോലെ ആയിരുന്നു കേട്ടോ. നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ അതെല്ലാം. ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സൈലൻ്റ് ആയിരിക്കുക എന്നാട്ടോ. കാരണം ചെറിയ മക്കൾ കരഞ്ഞാൽ പോലും അവർ പുറത്തിറക്കി വിടാൻ സാധ്യതയുണ്ട്. ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ടായതുകൊണ്ടാട്ടോ ഇത് പറഞ്ഞത്. ഇനി എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. അവിടെയെല്ലാം ചുറ്റിക്കറങ്ങി കണ്ടതിന് ശേഷം ഞങ്ങളിത് നേരെ റൂമിലേക്കാട്ടോ പോകുന്നത്. അവിടെ ലേഡീസിൻ്റെ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അതായത് ലേഡീസിനും ജെൻസിനും വേറെ വേറെ ടൈമിലാട്ടോ ഷോപ്പിംഗ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ ചെറിയ ടൈമിൽ അവിടെ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഫോണിൽ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനാട്ടോ. ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൃഷിക്കുട്ടിയും നിഗമോളും നല്ല ഉഷാറായിട്ട് നടന്നൊക്കെ പോകുന്നുണ്ട്. മോളെ സത്യം പറഞ്ഞാൽ സമ്മതിക്കണം കേട്ടോ, ഒരുപാട് ദൂരം നടന്നിട്ടുണ്ടായിരുന്നു. അവൾ എന്താ അറിയില്ല, ഭാഗ്യവശം വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ അവിടെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു. എല്ലാം ചടപടേ പറഞ്ഞിട്ട് തിരക്ക് കൂട്ടിയിട്ടായിരുന്നു റൂമൊക്കെ വെക്കേറ്റ് ചെയ്തത്. കാരണം ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ നിന്ന് അവിടുന്ന് ഇറങ്ങണം എന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ പിറ്റേ ദിവസം മാത്രമാണ് ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാം ധൃതി പിടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ബസ് വന്നു. എന്തായാലും 12-13 മണിക്കൂറോളം യാത്ര ഉണ്ട് കേട്ടോ, കറക്റ്റ് അറിയില്ല. അപ്പോൾ ഇപ്പോൾ ഇറങ്ങിയാൽ വെളുപ്പാങ്കാലാവുമ്പോഴേക്കും മൈസൂരെങ്കിലും എത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെറിയ പ്ലാൻ ഉണ്ടായിരുന്നു. മൈസൂർ വെളുപ്പിന് എത്തുകയാണെങ്കിൽ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടിട്ട് പോകാമെന്നില്ലേ. അപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു ത്രില്ലിലാണ്. അപ്പോൾ ആദ്യം കുറേ ഭജനയൊക്കെ ആയിട്ട് യാത്ര തുടർന്നു. പിന്നീട് എല്ലാവരും നല്ല ഉഷാറായിട്ട് ഡാൻസും പാട്ടൊക്കെ ആയിട്ട് കളിക്കുക കേട്ടോ.
അപ്പോൾ ഇതേ ഡാൻസും കളിയും പാട്ടൊക്കെ ആയിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് മൈസൂർ വഴിയാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ, സീ.